താരസംഘടന അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശക്തമായ മത്സരം. ജഗദീഷും ശ്വേതാ മേനോനും നേർക്കുനേർ ഏറ്റുമുട്ടും. ഇരുവരും നാമനിർദ്ദേശ പത്രിക നൽകി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ബാബുരാജും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസനും പത്രിക നൽകിയിട്ടുണ്ട്. പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വൈകിട്ട് 5:30 സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. 32 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും അധികം ആളുകൾ മത്സരിക്കാൻ വരുന്നത് ആദ്യമാണെന്നും ആരോഗ്യകരമായ മത്സരമാണ് നടക്കുന്നതെന്നും അൻസിബ ഹസൻ പ്രതികരിച്ചു. സൈഫുനിസ അലിയാറുണ്ട് വിവരങ്ങളുമായി. സൈഫുനിസ, വലിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഇന്നാണ് അവസാനമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിനം. എന്തൊക്കെ ഇനി പ്രതീക്ഷിക്കാം? അഖില, വളരെ വാശിയേറിയ ഒരു മത്സരത്തിന് അമ്മയിൽ സാധ്യത തെളിയുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് വൈകിട്ട് 4 മണി വരെയാണ് സമയം. അതിനുശേഷം സൂക്ഷ്മ പരിശോധന നടക്കും. 5:30 സ്ഥാനാർത്ഥികളുടെ ആദ്യ ചിത്രം വ്യക്തമാകും. പക്ഷേ ഇനി സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കാനുള്ള സമയവുമുണ്ട്. അത് കഴിഞ്ഞ് 31-ാം തീയതിയാണ് കൃത്യമായ ഒരു സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാവുകയുള്ളൂ. എങ്കിൽ പോലും നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം വെച്ച് ശ്വേതാ മേനോനും ജഗദീഷും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു. ഇത്തവണ അമ്മയ്ക്ക് ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ആളുകളും, ഒപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ അടക്കമുള്ള ആളുകളും എല്ലാം തന്നെ മത്സരിക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് നാമനിർദ്ദേശ പത്രിക 2 ദിവസം മുമ്പ് നൽകുകയും ചെയ്തിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രവീന്ദ്രൻ, ജയൻ ചേർത്തല, അങ്ങനെ വലിയൊരു ടീം തന്നെ മത്സര രംഗത്തുണ്ട്. പ്രധാനമായും ജോയി മാത്യു, ജഗദീഷും നയിക്കുന്ന ഒരു പാനലും, അതുകൂടാതെ രവീന്ദ്രന്റെ ഒരു പാനൽ, ബാബുരാജിന്റെ മറ്റൊരു പാനൽ, അങ്ങനെ 3 പാനലുകളാണുള്ളത്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാൻ ഇനി ഇല്ല എന്ന് ഈ കഴിഞ്ഞ ജനറൽ ബോഡി അറിയിച്ചതിന് പിന്നാലെ തന്നെ ഈ 500 പേരുള്ള ഈ മെമ്പർഷിപ്പുള്ള ഈ അമ്മ സംഘടനയിൽ നിന്ന് 100-ലേറെ പേരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പത്രിക നൽകിയിരിക്കുന്നത്. അതിൽ എത്ര പേരുടെ പത്രിക ഇന്ന് പരിഗണിക്കും, സ്വീകരിക്കും എന്നൊക്കെ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ പ്രധാനമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ 3 നാമനിർദ്ദേശ പത്രികയാണ് ഒരാൾക്ക് നൽകാനാവുക. അത് പ്രസിഡന്റ് ആകാം, ചിലപ്പോൾ ജനറൽ സെക്രട്ടറി ആകാം, ചിലപ്പോൾ എക്സിക്യൂട്ടീവ് അംഗമാകാം, അല്ലെങ്കിൽ ട്രഷറർ ആകാം. അത് പിന്നീട് ചിലപ്പോൾ ഓരോ പാനലിലുള്ള ആൾക്കാരുടെ താല്പര്യം വെച്ച് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാനമായും മത്സര രംഗത്തുള്ളത് ജഗദീഷും ശ്വേതാ മേനോനുമാണ്. കഴിഞ്ഞ ഭരണസമിതി അധികാരം നഷ്ടമായി പുറത്തിറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന്. പക്ഷെ അപ്പോഴൊന്നും ജഗദീഷ് അദ്ദേഹത്തെ പറ്റി ആലോചിക്കുന്നില്ല, സിനിമകളുണ്ട്, തിരക്കാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ജഗദീഷ് മത്സര രംഗത്ത് സജീവമായി തന്നെയുണ്ട്. നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു. അൻസിബ ഹസനും നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു. ശ്വേതാ മേനോനും നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു. പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചുപേർ കൂടി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി പത്രിക നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വാശിയേറിയ ഒരു പോരാട്ടത്തിന് തന്നെയാണ് അമ്മ ഇപ്പോൾ സാക്ഷിയാകാൻ പോകുന്നത്. അഖില, വാശിയേറിയ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അതേസമയം ആരോഗ്യകരമായ മത്സരമാണ് നടക്കുന്നതെന്ന് അൻസിബ ഹസൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. ഇത്തവണ കുറേ പേര് മത്സരിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം അതാണ്. കാരണം അമ്മ ഇപ്പോൾ തുടങ്ങിയിട്ട് 32 വർഷം കഴിഞ്ഞു. 32 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും അധികം ആളുകൾ മത്സരിക്കാൻ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് അവർക്കുണ്ടായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും.